യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ. ദൈവം ഭൂമിയിലെങ്ങും അന്വേഷിച്ചു. തൻ്റെ ജനത്തെ രൂപപ്പെടുത്താൻ ആരാണ് ഈ ഭൂമിയിലുള്ളത്? അവിടുന്ന് അബ്രാഹത്തെയും മോശയെയും പ്രവാചകന്മാരെയും കണ്ടു. അവിടുന്ന് വീണ്ടും ഭൂമിയിലേക്ക് നോക്കി. 21-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകാൻ തൻ്റെ പുരോഹിതനാകാൻ ആരാണ് ഈ ഭൂമിയിലുള്ളത്? അവിടുത്തെ കണ്ണുകൾ കണ്ടു. ഇതാ ഇങ്ങകലെ ഹൈറേഞ്ചിൽ വെള്ളാരംകുന്ന് ഇടവകയിൽ കിടങ്ങത്താഴെ കുടുംബത്തിൽ ദേവസ്യ അന്നമ്മ ദമ്പതികളുണ്ട്. 1972 മെയ് 29 ഈ വിശുദ്ധരായ മാതാപിതാക്കളിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ ജനിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപത ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരിക്കുന്ന സിസ്റ്റർ അമല എന്ന പ്രിയപ്പെട്ട ചേച്ചിക്കും മറ്റ് സഹോദരങ്ങളായ ജോണി, ടോമി, ജെയിംസ് കുട്ടി, ജിജിമോൻ ഇവർക്കുമൊപ്പം കളിച്ചും ചിരിച്ചും പ്രാർത്ഥിച്ചും അധ്വാനിച്ചും ജീവിച്ച കുട്ടിക്കാലം. വെള്ളാരംകുന്നിൽ നിന്നും കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഏന്തയാർ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് പറിച്ചു നടപ്പെട്ട സ്കൂൾ പഠന കാലഘട്ടം. 3-ാം ക്ലാസ് വരെ ഏന്തയാർ ദീപ സ്കൂളിൽ പഠിച്ച് 4 മുതൽ 10-ാം ക്ലാസ് വരെ കൂട്ടിക്കൽ സെൻറ് ജോർജ് ഹൈസ്കൂളിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി. അവിടെ നിന്നും വൈദിക ജീവിതത്തിലേക്കുള്ള അച്ഛൻ്റെ യാത്ര ആരംഭിച്ചു. പൊടിമറ്റം മേരിമാതാ മൈനർ സെമിനാരിയിൽ തുടങ്ങിയ പരിശീലന കാലഘട്ടം. ഫിലോസഫി പഠനം കഴിഞ്ഞ് വാണിയപ്പുരയ്ക്കൽ പിതാവ് രൂപതാ യുവദീപ്തി ഡയറക്ടറായി ചാർജ് എടുത്ത ശേഷം ആദ്യ വർഷം അദ്ദേഹത്തോടൊപ്പം റീജൻ്റായി സേവനമനുഷ്ഠിച്ചു. 6.5 വർഷം മംഗലപ്പുഴ സെൻറ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ പഠനം. 1999 ഡിസംബർ 31-ാം തീയതി അഭിവന്ധ്യ മാർ മാത്യു വട്ടക്കുഴി പിതാവിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. എളിയ ചുവടുവയ്പ്പുകളിലൂടെ വൈദിക ശുശ്രൂഷയുടെ പടവുകൾ കയറിയ സെബാസ്റ്റ്യൻ അച്ഛൻ തിളക്കമാർന്ന 25 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ വൈവിധ്യമാർന്ന ജീവിത സരണിയിലൂടെ സഞ്ചരിച്ച് ഉറച്ച നിലപാടുകളിലൂടെ ദൈവം ഫലമേൽപ്പിച്ച സവിശേഷ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ ഇന്ന് പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ വഴികളിലൂടെ ഒരു ചെറിയ യാത്ര. 2000-2001 വർഷത്തിൽ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവകയിലും 2002 കൂവപ്പള്ളി സെൻറ് ജോസഫ് ഇടവകയിലും അസിസ്റ്റന്റ് വികാരി. ശേഷം 2003-2004 വർഷത്തിൽ മീൻകുഴി, ചിറ്റാർ എന്നീ ഇടവകകളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തു. 2005 മുതൽ 7 വർഷക്കാലം കാഞ്ഞിരപ്പള്ളി അമലയുടെ അമരക്കാരൻ. അമല കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേളയുടെ തുടക്കം അച്ഛനിലൂടെയാണ് എന്നതിൽ നമുക്കും അഭിമാനിക്കാം. 2012 5 മാസം പൊൻകുന്നം ചെന്നാക്കുന്ന് പള്ളിയിൽ വികാരിയായി സേവനം ചെയ്തു. 2013 ജൂൺ 1 റസാദ് മുഹമ്മദ് എന്ന മുസ്ലിം സഹോദരന് തൻ്റെ ബർക്ക ദാനം ചെയ്തുകൊണ്ട് മാനവ സ്നേഹത്തിൻ്റെ മഹനീയ മാതൃക അച്ഛൻ ജീവിച്ചു കാണിച്ചു. മറ്റുള്ളവരെ സഹായിക്കാൻ സ്നേഹത്തിന് കരങ്ങളുണ്ട്. അവരുടെ ആവശ്യങ്ങളിൽ സഹായത്തിനെത്താൻ സ്നേഹത്തിന് കാലുകളുണ്ട്. അവരുടെ ദുഃഖവും കണ്ണീരും കാണുവാൻ സ്നേഹത്തിന് കണ്ണുകളുണ്ട്. അവരുടെ നെടുവീർപ്പും തേങ്ങലും കേൾക്കാൻ സ്നേഹത്തിന് ചെവികളുണ്ട്. അങ്ങനെ ഒരു നല്ല സമരായനാകാൻ അച്ഛനും സാധിച്ചു. 4 മാസത്തെ വിശ്രമത്തിന് ശേഷം 2013 ഒക്ടോബർ മുതൽ 2014 മെയ് വരെ മേലോരം പള്ളിയുടെ വികാരിയായി സേവനം ചെയ്തു. 2014 മുതൽ 2018 വരെ നമ്മുടെ അയൽ ഇടവകയായ കൊച്ചുതോവാള പള്ളിയുടെ വികാരി. ഇന്ന് കൊച്ചുതോവാളയിലൂടെ കടന്നു പോകുന്നവർക്ക് പള്ളിയും അതിൻ്റെ ചുറ്റുപാടുകളും മനോഹരമായ ഒരു കാഴ്ചയാണ്. പുതിയ പള്ളിമുറി പണികഴിപ്പിച്ചതിനൊപ്പം പാരിഷ് ഹാളിൻ്റെ മുൻഭാഗം, പള്ളിമുറ്റം എന്നിവ മനോഹരമാക്കി. അതോടൊപ്പം മനോഹരമായ ഒരു ഗ്രോട്ടോയും നിർമ്മിച്ചു.
2018 മുതൽ 2021 വരെ പുള്ളിക്കാലം സെൻറ് തോമസ് പള്ളിയുടെ വികാരിയായിരുന്നപ്പോൾ നമ്മുടെ രൂപതയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ദേവാലയവും പള്ളിമുറിയും പാരിഷ് ഹാളുമെല്ലാം നിർമ്മിക്കാൻ അച്ഛന് സാധിച്ചു. 2021 ജൂൺ മാസത്തിൽ വലിയതവാളയുടെ ഇടയനായി ശുശ്രൂഷ ആരംഭിച്ച് 4ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ 4 വർഷങ്ങളിൽ അച്ഛനിലൂടെ വലിയതവാള ഇടവകയ്ക്ക് ലഭിച്ച നന്മകളുടെ നേർക്കാഴ്ചകളിലേക്ക്. വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ഭക്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ദൈവജനത്തെ ഒരുമിപ്പിക്കുന്ന നല്ല ഇടയൻ. മനോഹരമായ ഒരു അൾത്താര അച്ഛൻ്റെ കലാഹൃദയത്തിലൂടെ നമുക്ക് സ്വന്തമായി. ക്രിസ്തുരാജ് ഹൈസ്കൂളിനെ ആ കലാഹൃദയം കൊണ്ട് അണിയിച്ചൊരുക്കി ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന പോലെ പ്രൗഢഗംഭീരമാക്കി. പാരിഷ് ഹാളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും ദേവാലയ പരിസരത്തിൻ്റെ ആത്മീയ സൗന്ദര്യവുമെല്ലാം അച്ഛൻ്റെ സംഭാവനകൾ തന്നെയാണ്. കുട്ടികൾക്ക് നല്ല അധ്യാപകൻ, ആരുമറിയാത്ത പുണ്യപ്രവർത്തനങ്ങൾ, അച്ഛനോടൊപ്പം സേവനം ചെയ്ത കൊച്ചച്ഛന്മാർക്ക് നല്ല സുഹൃത്ത്, ഇമ്പകരമായ ഗാനാലാപനത്തിലൂടെ കലാപരമായ കഴിവുകളിലൂടെ ഇടവകയിലെ കുട്ടികൾക്ക് ഉണർവേകാനും അവരെ വളർത്താനും അച്ഛന് സാധിച്ചു. എൻ്റെ പേര് ജോമി. ഞാൻ ഫാദർ സെബാസ്റ്റ്യൻ കിടങ്ങതായിയുടെ മൂത്ത സഹോദരനാണ്. ഞങ്ങൾ 5 സഹോദരന്മാരും ഒരു സഹോദരിയുമാണ്. ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളെ 2005-ലും ചാച്ചൻ 2014-ലും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. മക്കളിൽ 5ാമനാണ് സിബിച്ചൻ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഫാദർ സെബാസ്റ്റ്യൻ കിടങ്ങത്താഴ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ സിബിച്ചൻ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുന്ന ബോധക്കാരനായിരുന്നു. ഏത് കാര്യം ചെയ്യുന്നതും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യണമെന്ന വാശി സിബിച്ചന് അന്ന് മുതലുണ്ടായിരുന്നു. പഠന കാര്യങ്ങളിൽ സിബിച്ചൻ തന്റെ കഴിവിന്റെ പരമാവധി നേട്ടം കൈവരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരുന്നു. കുട്ടിക്ക് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ നിന്നും ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയാണ് 10ാം ക്ലാസ് പാസ്സായത്. തുടർന്ന് സെമിനാരിൽ ചേരണമെന്ന് തന്റെ ആഗ്രഹം വീട്ടിൽ സിബിച്ചനെ അറിയിച്ചു. എന്നാൽ ചാച്ചൻ തുടർന്ന് പഠിക്കുവാനാണ് സിബിച്ചനോട് ആവശ്യപ്പെട്ടത്. എങ്കിലും സെമിനാരിൽ പോകണമെന്ന ആഗ്രഹത്തിൽ സിബിച്ചൻ ഉറച്ചു നിന്നു. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങളുടെ സഹോദരൻ പൗരോഹിത്യത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ജീവിതത്തിൽ പൗരോഹിത്യ ധർമ്മത്തിനും താൻ സേവനം ചെയ്യുന്ന ഇടവകയ്ക്കും പ്രമുഖ സ്ഥാനം നൽകുന്ന സ്വഭാവമാണ് സിബിച്ചൻ്റേത്. അതുപോലെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും മരണത്തിന് ശേഷം കുടുംബാംഗങ്ങളെല്ലാം ചേർത്ത് നിർത്തുന്നതും വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതും സിബിച്ചനാണ്. ഇനിയും സിബിച്ചൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഇടവകകളിൽ സേവനം ചെയ്യുന്നതിനും മുന്നോട്ടുള്ള തൻ്റെ കർമ്മപാതയിൽ കൂടുതൽ ദൂരം മുന്നേറുന്നതിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിബിച്ചന് ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. 25 വർഷങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം അവിടുത്തെ ശുശ്രൂഷയിൽ തുടരാനായിട്ട് അതിൽ പിച്ചവെച്ച നാൾ മുതൽ ഇന്ന് വരെ 25 വർഷങ്ങൾ ആ ശുശ്രൂഷ തുടരാനായിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ് കർത്താവ് എനിക്ക് തന്നത്. അത് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒത്തിരി നന്ദി കൊണ്ടും സന്തോഷം കൊണ്ടും ഒക്കെ നിറയുന്ന ഒരു അനുഭവമാണ്. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ ഈശോമിശിഹായിക്ക് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവനെന്നെ വിശ്വസ്തനായി കണക്കാക്കി എന്ന് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എനിക്കും ഈ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവവചനം അതാണ്. തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവനെന്നെ വിശ്വസ്തനായിട്ട് കണക്കാക്കി. ഒത്തിരിയേറെ മാനുഷികമായിട്ടുള്ള പരിമിതികളുടെയും കുറവുകളുടെയും ഒക്കെ മധ്യത്തിൽ ഞാൻ എൻ്റെ 25 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചപ്പോഴും കർത്താവ് എന്നെ കൈപിടിച്ച് നടത്തി. എന്നെ അവിടുന്ന് വിശ്വസ്തനായിട്ട് കണക്കാക്കി. അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ എന്നെ അനുവദിച്ചു. ആ അനുവാദം അതാണ് എൻ്റെ ജീവിതത്തിൽ എന്നും എന്നെ കൂടുതൽ കൂടുതൽ വിശുദ്ധിയിലും നന്മയിലും ജീവിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഇനിയുള്ള കാലം കൂടുതൽ അവിടുത്തോട് വിശ്വസ്തനായിട്ട് ജീവിക്കുവാനായിട്ടും പൗരോഹിത്യ ശുശ്രൂഷ കൂടുതൽ തീക്ഷ്ണതയിൽ നിർവഹിക്കുവാനായിട്ടും കഴിഞ്ഞ 25 വർഷങ്ങൾ കൊണ്ട് കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഉണ്ടാകണം. ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം അതിൻ്റെ സന്തോഷം നിങ്ങളെല്ലാവരുമായിട്ട് ഞാൻ ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. നിത്യപുരോഹിതനായ
ഈശോയുടെ വലിയ അനുഗ്രഹവും കൃപയും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ. പൗരോഹിത്യ ശുശ്രൂഷയുടെ അർത്ഥപൂർണമായ 25 ആണ്ടുകൾ പൂർത്തിയാക്കി രജത ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന സെബാസ്റ്റ്യൻ അച്ഛൻ തൻ്റെ ജീവിതയാത്രയിൽ മുന്നേറുമ്പോൾ ഇടവക ജനം ഒന്നു ചേർന്ന് ആശംസിക്കുന്നു. വിശുദ്ധ ബലിവേദിയെ ചുംബിക്കുന്ന അധരങ്ങളാൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന, വിശുദ്ധ ബലിവേദിയെ സ്പർശിക്കുന്ന പാദങ്ങളാൽ ഞങ്ങളുടെ മണ്ണിൽ നടക്കുന്ന, തിരുശരീരവും തിരുരക്തവും എടുത്തുയർത്തുന്ന കരങ്ങളാൽ ഞങ്ങളെ തലോടുന്ന സെബാസ്റ്റ്യൻ അച്ഛ, ഹൃദയപൂർവ്വം ഞങ്ങൾ നേരുന്നു ജൂബിലി ആശംസകൾ.